വയനാട് ചെമ്പ്രമല ട്രക്കിങ്ങിൽ 2008 മുതൽ നടന്നത് കോടികളുടെ അഴിമതി. ചെമ്പ്രമല ട്രക്കിങ്ങിൽ പ്രതിദിനം വനംവകുപ്പിന് ലഭിച്ചിരുന്നത് 1 ലക്ഷത്തിലേറെ രൂപയാണ്. അതേസമയം ട്രക്കിംഗ് വരുമാനം സംബന്ധിച്ച കൂടുതൽ കണക്കുകൾ വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടും വനംവകുപ്പിന് മറുപടിയില്ല. ജനം എക്സ്ക്ലൂസീവ്. 2008 മുതലാണ് ചെമ്പ്രമലയിൽ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ട്രക്കിങ്ങിനായി വിനോദസഞ്ചാരികളിൽ നിന്ന് കൈപ്പറ്റിയ തുകയുടെ കണക്കാണ് വനം വകുപ്പ് വിവരാവകാശ അപേക്ഷ നൽകിയിട്ടും കൃത്യമായ വിവരങ്ങൾ നൽകാത്തത്. വർഷാവർഷമുള്ള ഓഡിറ്റിംഗും കൃത്യമായി നടന്നിട്ടില്ലെന്ന് ഈ വിവരാവകാശ രേഖകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. കഴിഞ്ഞ 14 വർഷമായി കണക്കുകളിൽ സുതാര്യത ഇല്ലായിരുന്നുവെന്നും ഇതിലൂടെ മനസ്സിലാക്കാം. വിനോദസഞ്ചാരികളിൽ നിന്ന് പണം പിരിക്കുന്നതിനുള്ള ചുമതല ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിക്കും വനസംരക്ഷണ സമിതിക്കുമാണ്. ഈ ഇടപാടുകളിലൂടെ നടന്ന അഴിമതിയിൽ ഭരണസമിതിക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളത്. ചെമ്പ്രമല വനസംരക്ഷണ സമിതി എന്ന പേരിലാണ് ഇവിടുത്തെ ഭരണസമിതി പ്രവർത്തിക്കുന്നത്. CPM മേപ്പാടി ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് ഭരണസമിതിയിലെ അംഗങ്ങൾ. ഇതിലൂടെ സർക്കാർ സ്പോൺസേഡ് അഴിമതിയാണ് നടക്കുന്നതെന്നും വ്യക്തമാകുന്നു. 14 വർഷത്തിലേറെയായി നടക്കുന്ന വലിയ അഴിമതിയാണ് ചെമ്പ്രമല എക്കോ ടൂറിസം മേഖലയിൽ പൊടിപൊടിക്കുന്നത്. കഴിഞ്ഞുപോയ കാലത്തെ കൃത്യമായ കണക്കുകൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് സർക്കാരിൻ്റെയും വനം വകുപ്പിൻ്റെയും ചുമതല തന്നെയാണ്. വിനീഷ്, ജനം.